സൗദി അറേബ്യയിലെ മദീനയ്ക്ക് സമീപമുണ്ടായ വാഹനാപകടത്തിൽ മലയാളി കുടുംബത്തിലെ 4 പേർ മരിച്ചുവെന്ന അത്യന്തം ദുഃഖകരമായ ഒരു വാർത്ത വരുന്നുണ്ട്. മലപ്പുറം മഞ്ചേരി സ്വദേശി അബ്ദുൽ ജലീൽ, ഭാര്യ തസ്ന, മകൻ ആദിൽ, ജലീലിൻ്റെ മാതാവ് മൈമുനത്ത് എന്നിവരാണ് മരിച്ചത്. അവരുടെ ചിത്രങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. അത്യന്തം ഷോക്കിംഗ് ആയിട്ടുള്ള വാർത്തയാണ് വന്നത്. ഈ കുടുംബം സഞ്ചരിച്ച വാഹനം ഒരു ലോറിയുമായിട്ട് കൂട്ടിയിടിച്ചാണ് ഈ 4 പേരുടെ അന്ത്യത്തിന് കാരണമായത്. ജലീൽ കണ്ണമംഗലം ടെലിഫോണിൽ ചേരുന്നു. ജലീൽ, വിവരങ്ങൾ എന്തൊക്കെയാണ്? എസ്കെൻ, സൗദിയിൽ പുണ്യനഗരമായ മദീനയ്ക്ക് സമീപത്താണ് ദാരുണമായ ഈ അപകടം ഉണ്ടായത്. മദീനക്കടുത്ത വാദി ഫർഹ എന്ന സ്ഥലത്തിന് സമീപം അൽ യുദ്മ എന്ന ഒരു സ്ഥലത്ത് വെച്ചാണ് അപകടം സംഭവിക്കുന്നത്. മിനിയാന്ന് രാത്രി കഴിഞ്ഞ അപകടമാണ്. പക്ഷേ മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ വൈകിയതിനാലും അതോടൊപ്പം തന്നെ പരിക്കേറ്റ് ചികിത്സയിലുള്ളവർ കുട്ടികളായതിനാലും തിരിച്ചറിയാൻ വൈകി എന്നതാണ് ഇത് റിപ്പോർട്ട് പുറത്തു വൈകാനുള്ള കാരണം. ഒരു കുടുംബത്തിലെ 7 പേരാണ് ഒരു GMC വാഹനത്തിൽ യാത്ര ചെയ്തിരുന്നത്. ഇതിൽ 4 പേരും മരിച്ചു. ഇവര് സഞ്ചരിച്ചിരുന്ന ഈ GMC വാഹനം ഒരു ട്രക്കിന് പിന്നിൽ, പുല്ലൊക്കെ കൊണ്ടുപോകുന്ന ഒരു ട്രക്കിന് പിന്നിൽ ഇടിച്ചാണ് രാത്രിയിൽ അപകടം ഉണ്ടായത്. മലപ്പുറം മഞ്ചേരി വെള്ളിലെ സ്വദേശികളാണ് മരിച്ചവർ. നടുവത്ത് കളത്തിൽ അബ്ദുൽ ജലീൽ 52 വയസ്സ്, ഭാര്യ തെസ്ന തോടങ്ങൽ 40 വയസ്സ്, മകൻ ആദിൽ 14 വയസ്സ്, ജലീലിന്റെ മാതാവ് മൈമൂനത്ത് കാക്കയങ്ങൾ 73 വയസ്സ് എന്നിവരാണ് മരിച്ചത്. ഈ 3 പേർ പരിക്കുകളോടെ ആശുപത്രിയിലാണ്. അബ്ദുൽ ജലീലിന്റെ മക്കളായ ആയിഷ, ഹാദിയ, നൂറ എന്നിവരാണ് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. ഇവർക്ക് 7, 9, 15 വയസ്സാണ് പ്രായമുള്ളത്. ഇവരെ മദീന കിങ് ഫഹദ് ആശുപത്രിയിലും മദീനയിലെ സൗദി ജർമ്മൻ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ജിദ്ദയിൽ ജോലി ചെയ്യുകയാണ് ഈ മരിച്ച ജലീൽ. ജോലിയുടെ ഭാഗമായാണ് ഇദ്ദേഹം കമ്പനിയുടെ ആവശ്യാർത്ഥമാണ് കുടുംബസമേതം ഹായിലിലേക്ക് പോയത്. അതിനുശേഷം തിരിച്ചു വരികയായിരുന്നു. ഹായിലിൽ നിന്നും ജിദ്ദയിലേക്ക് തിരിച്ച് വരുന്ന വഴിയാണ് മദീനയിൽ വെച്ച് ഈ അപകടം സംഭവിക്കുന്നത്. ഏതായാലും നടപടിക്രമങ്ങൾക്കായി കോൺസുലേറ്റും സാമൂഹ്യ പ്രവർത്തകരെല്ലാം സ്ഥലത്തുണ്ട്. നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി മദീനയിൽ തന്നെ മൃതദേഹങ്ങൾ സംസ്കരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. SKN, എന്തായാലും ഈ കുടുംബത്തിന് സംഭവിച്ച ദുരന്തം വലിയ സംഭവമായി പോയി. നമുക്ക് കണ്ണീർ വാർക്കയല്ല, നമുക്ക് മറ്റെന്താണ് ചെയ്യാൻ കഴിയുന്നത്? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.